കൊച്ചിയുടെ വിവിധ ഭാഗങ്ങളിലുള്ള 10ഓളം കേന്ദ്രങ്ങൾക്ക് നേരെ ഭീകരാക്രമണ സാധ്യതയുണ്ടാകാനുള്ള സാധ്യതയാണ് പോലീസും ഇന്റലിജൻസും കണക്കുകൂട്ടുന്നത്. ഇവയ്ക്ക് സായുധ സുരക്ഷ ഏർപ്പെടുത്തുന്നതിനെക്കുറിച്ചാണ് ആലോചന. ഏതൊക്കെയാണ് ഈ തന്ത്രപ്രധാന കേന്ദ്രങ്ങൾ? കൊച്ചിയിൽ നിന്ന് ജോഷി കുര്യന്റെ റിപ്പോർട്ടിലേക്ക്. മുംബൈ ഭീകരാക്രമണം നടന്ന് ഒരു വർഷത്തിന് ശേഷമാണ് കേന്ദ്ര സംസ്ഥാന രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെയും പോലീസിന്റെയും ഉന്നതതല യോഗം കൊച്ചിയിൽ ചേരുന്നു എന്ന് നാം കാണേണ്ടത്. ഇതിന്റെ പ്രധാനപ്പെട്ട കാരണം തഹാവുൾ റാണ എന്ന ലഷ്കർ ഭീകരൻ കൊച്ചി താജ് ഹോട്ടലിൽ വന്ന് താമസിച്ചു എന്നത് തന്നെയാണ്. ഭീകരരുടെ തന്ത്രപ്രധാന കേന്ദ്രങ്ങളിൽ കൊച്ചിയും ഉണ്ടാവാം എന്നുള്ള നിരീക്ഷണത്തിൽ തന്നെയാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ഉന്നതതല യോഗം വിളിച്ചു ചേർത്തിരിക്കുന്നത്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം മുംബൈക്ക് സമാനമായ കൊച്ചിയുടെ ഭൂമിശാസ്ത്ര സാധ്യതകൾ തന്നെയാണ്. കടലിൽ നിന്ന് ഏതു നിമിഷവും കരയിലേക്ക് ഭീകരർക്ക് ഇരച്ചു കയറി വരാം എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട കാരണം. മുംബൈക്ക് സമാനമായ ഒരു സുരക്ഷാ സംവിധാനം കരയെയും കടലിനെയും തമ്മിൽ വേർതിരിക്കുന്ന രീതിയിൽ കൊച്ചിയിലില്ല. ഇതുകൊണ്ട് തന്നെ തീര സംരക്ഷണ സേനയ്ക്ക് കൂടുതൽ പ്രാമുഖ്യം നൽകുക എന്നുള്ളത് തന്നെയാവും ഇപ്പോഴത്തെ ചർച്ചയിൽ പ്രധാനമായും ഊന്നൽ നൽകുക. മറ്റൊന്ന് കൊച്ചിയുടെ പ്രധാനപ്പെട്ട തന്ത്രപ്രധാന കേന്ദ്രങ്ങൾ തന്നെയാണ്. അതിലൊന്ന് കൊച്ചി കപ്പൽശാലയാണ്. ഇന്ത്യൻ സൈന്യത്തിന്റെ പ്രധാന കുന്തമുനയെന്ന് വിശേഷിപ്പിക്കാവുന്ന തരത്തിൽ INS വിരാട് ഇവിടെ വീണ്ടും പുനർനിർമ്മിച്ചുകൊണ്ടിരിക്കുന്നു. ഏതാണ്ട് 6000 കോടി രൂപയുടെ പദ്ധതിയാണ് ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നത്. അടുത്ത 2 വർഷത്തിന് ശേഷം INS വിരാട് ഇന്ത്യൻ സൈന്യത്തിൽ ചേരുമ്പോൾ ഇന്ത്യൻ സൈന്യത്തിന്റെ പ്രധാനപ്പെട്ട ശക്തി കേന്ദ്രമായി ഇത് മാറും. കൊച്ചി കപ്പൽശാല ആക്രമിച്ചാൽ അടുത്ത 10 വർഷത്തേക്ക് ഇന്ത്യൻ സൈന്യത്തിൽ ഒരു വിമാനവാഹിനി കപ്പൽ ഉണ്ടാവില്ല എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട്. ഇതുകൂടി രഹസ്യാന്വേഷണ വിഭാഗം പരിഗണിക്കുന്നുണ്ട്. കൊച്ചി കപ്പൽശാലയ്ക്ക് ചുറ്റുമായി തുറമുഖം, ഒപ്പം തന്നെ ഓയിൽ ബങ്കറുകൾ എന്നിവയെല്ലാം ഇതിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്നു. ഇത്തരമൊരു ആക്രമണ സാധ്യതയാണ് കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗങ്ങൾ കണക്കുകൂട്ടുന്നത്. ഒപ്പം തന്നെ കൊച്ചിൻ റിഫൈനറിയിൽ കാര്യമായ സുരക്ഷാ സംവിധാനങ്ങൾ ഇല്ല എന്നുള്ളതും പ്രധാനപ്പെട്ടതാണ്. ചില രഹസ്യ ക്യാമറകൾ മാത്രമാണ് ഇവിടെ സുരക്ഷാ സംവിധാനത്തിനായി ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഒരു സാറ്റലൈറ്റ് സർവലൻസ് സിസ്റ്റം വേണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശമായി ഉയർന്നുവരാൻ സാധ്യത. കൊച്ചി ഓയിൽ റിഫൈനറി ആക്രമിച്ചാൽ ഒരുപക്ഷെ വലിയൊരു സ്ഫോടനത്തിലൂടെ വലിയൊരു നാശനഷ്ടം സൃഷ്ടിക്കാൻ കഴിയും എന്ന് തന്നെയാണ് പോലീസ് കണക്കുകൂട്ടുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കേന്ദ്രം കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളമാണ്. അന്താരാഷ്ട്ര വിമാനത്താവളവുമായി ബന്ധപ്പെട്ട് CISFന്റെ സുരക്ഷാ സംവിധാനം ക്രമീകരിച്ചിട്ടുണ്ട് എങ്കിൽ തന്നെയും സ്വകാര്യ സുരക്ഷാ ഏജൻസികളെയും ഇവ നിയോഗിച്ചിട്ടുണ്ട്. ഇവർ എത്രത്തോളം ശക്തരാണ് എന്നത് സംബന്ധിച്ചും സംശയം ഉയർന്നിട്ടുണ്ട്. ഹൈക്കോടതിയാണ് മറ്റു പ്രധാനപ്പെട്ട സംശയം. ഇവിടേക്ക് ആർക്കും ഏതു നിമിഷവും കടന്നുവരാം എന്നുള്ളതും ഭീകരാക്രമണ സാധ്യത വർദ്ധിപ്പിക്കുന്നു എന്ന് രഹസ്യാന്വേഷണ വിഭാഗം പറയുന്നു. മാത്രവുമല്ല, ഇതേവരെ ഇന്ത്യയിൽ ഒരിടത്തും എങ്ങും ഇതേവരെ ഒരു ഹൈക്കോടതി ആക്രമിക്കപ്പെട്ടിട്ടില്ല. അത്തരത്തിലുള്ള ആക്രമണം ഉണ്ടായാൽ ഭീകരർക്ക് തങ്ങളുടെ സ്വാധീനവും ശക്തിയും കൂടുതൽ പ്രകടിപ്പിക്കാനുള്ള അവസരം ലഭിക്കും എന്നും പോലീസ് കണക്കുകൂട്ടുന്നു. അതുകൊണ്ട് തന്നെ കൊച്ചിയുടെ തന്ത്രപ്രധാന കേന്ദ്രങ്ങളിൽ സായുധരായ സൈന്യത്തെ, കമാൻഡോകളെ കൂടുതലായി വിന്യസിച്ചുകൊണ്ടുള്ള സുരക്ഷ ശക്തമാക്കുക എന്നുള്ളത് തന്നെയാവും ഇത്തരം ഒരു